അച്ഛനും അമ്മയും അനുഭവിച്ച വേദന അത് ചെന്താമരയെ അറിയണം. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ കോടതിയിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം പറഞ്ഞതാണ് ഇത്. മക്കൾക്ക് ജോലി കൊടുക്കണം, ചെന്താമരയ്ക്ക് തൂക്കുകയർ കൊടുക്കണം, തക്കതായ ശിക്ഷ നൽകണം. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല എന്നും ചെന്താമര കൊലപ്പെടുത്തിയ പോത്തുണ്ടി സ്വദേശി സജിതയുടെ സഹോദരി സരിതയും പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ ചെന്താമര പറയുന്നത് കേട്ട് ഭയം തോന്നിയെന്നാണ് എല്ലാവരും പറഞ്ഞത്. അത്തരത്തിലായിരുന്നു ചെന്താമരയുടെ മറുപടികൾ. കേരളത്തെ മുഴുവൻ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാളാണ് വിധിക്കുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചെന്താമര കുറ്റക്കാരനെന്ന് വിധി പ്രഖ്യാപിച്ചത്. യാതൊരു കുറ്റബോധവും ഇല്ലാതെ കോടതിയിലും വെല്ലുവിളി തുടരുകയായിരുന്നു ചെന്താമര. ഒരു ചെകിടത്ത് അടിച്ചാൽ മറ്റേ ചെകിടും കാണിക്കാൻ താൻ ഗാന്ധിജി അല്ല എന്നും വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും ചെന്താമര ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. എഴുതാൻ പറ്റുന്നത് എഴുതിക്കോ എന്നും ചെന്താമര ജഡ്ജിയോട് പറഞ്ഞു. ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്കും വരണം, അപ്പോൾ അറിയാം. എനിക്ക് തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും പെരുമാറ്റമെന്നും ചെന്താമര ആരെയും പേടിക്കാത്ത സ്വരത്തിൽ കോടതിയിൽ പറഞ്ഞു. ചെന്താമരയ്ക്കെതിരെ BNS വകുപ്പുകളാണ് തെളിഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. BNS 103 പ്രകാരം ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടാവുന്ന കുറ്റമാണ് ഉള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27 ചെന്താമര അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിക്കായി മലയിടുക്കിൽ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ 2 ദിനം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ 28 രാത്രി 11 മണിയോടെ ചെന്താമരയെ പോത്തുണ്ടി മട്ടായി വനമേഖലയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫെബ്രുവരി 5 സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ തെളിവെടുപ്പും നടത്തി. ഫെബ്രുവരി 18 പ്രതി ചെന്താമരയുടെ ആദ്യ കേസിലെ ജാമ്യം റദ്ദാക്കിയിരുന്നു. 2019 പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യമാണ് റദ്ദാക്കിയത്.